എല്ലാവർക്കും നമസ്കാരം. ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് സ്വാഗതം. 26 ഫെബ്രുവരി 2023 ഹിന്ദു ന്യൂസ് റിവ്യൂ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കാര്യമായിട്ടുള്ള ന്യൂസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറവാണ്. വില്ലിംഗ് ടു ജോയിൻ എനി പീസ് ബീഡ് ടു എൻഡ് യുക്രൈൻ വാർ സൈസ് PMS ജർമ്മൻ ലീഡർ വിസിറ്റ്സ് ഇന്ത്യ. ജർമ്മൻ ലീഡർ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ഇന്ത്യയുടെ ഡിക്ലറേഷൻ ഈ വാറിൻ്റെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ ഏത് പീസ് ബിഡിനും ഏത് പീസ് ട്രീറ്റിക്കും തയ്യാറാണ്. കാരണം യുക്രൈനിലെ വാർ അവസാനിപ്പിക്കാൻ ഗ്ലോബലായിട്ടുള്ള ഒരുപാട് എഫക്ട്സ് ഉള്ള വാറാണ് യുക്രൈൻ വാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫുഡ് പ്രൈസസ് ആണെങ്കിലും എനർജി ക്രൈസിസ് ആണെങ്കിലും അതുപോലെ തന്നെ ഓയിൽ ഇമ്പോർട്ടിലെ പ്രശ്നങ്ങളാണെങ്കിൽ ശരി, ഒരുപാട് ഇൻഫ്ലേഷൻ കൂട്ടിയൊരു വാറാണ് യുക്രൈൻ റഷ്യ എന്ന് പറഞ്ഞത്. അത് നിർത്തലാക്കാൻ ഏത് പീസ് ബിഡിനും തയ്യാറാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത എഡിറ്റോറിയലിൽ പറഞ്ഞിരിക്കുന്നത് ന്യൂട്രൽ സ്റ്റാൻഡ് അല്ല ഇന്ത്യയുടെ എന്ന് പറഞ്ഞിട്ടായിരുന്നു. കാരണം പല പബ്ലിക് ഫോറങ്ങളിലും ഇപ്പോൾ യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലിയിലാണെങ്കിലും മറ്റ് റെസൊല്യൂഷൻസ് വോട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും എബ്സ്റ്റെയിൻ ചെയ്യുന്ന റഷ്യക്കെതിരെ പ്രത്യേകിച്ച് എബ്സ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്ന ഒരു ടെൻഡൻസി ഇന്ത്യക്കുണ്ട്. വോട്ട് ചെയ്യാതെ നിൽക്കുന്ന ടെൻഡൻസി ഉണ്ട്. ഓരോ രാജ്യങ്ങൾക്കും അവരവരായിട്ടുള്ള ഈ പറഞ്ഞ സ്ട്രാറ്റജിക് ആയിട്ടുള്ള അലയൻസസ് കാരണമായിരിക്കാം അത് എന്ന് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ് എഡിറ്റോറിയൽ. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന രീതിയിൽ ജർമ്മൻ എൻവോയ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇന്ത്യ പറയാണ് ഇത് തീർക്കാൻ വേണ്ടി എന്ത് പീസ് ട്രീറ്റിക്കും തയ്യാറാണെന്ന് പറയുന്നു. ഇന്ത്യയുടെ ഒരു ലീഡർഷിപ്പ് റോള് തന്നെ കാണിക്കുന്ന ഒരു കാര്യമാണ് അത്. ഇന്ത്യക്ക് അത് നിർത്തലാക്കണമാണ്, അല്ലാതെ ഫർദർ ആഡിങ് ഫ്യൂവൽ ടു ദ ഫയർ അല്ല. ആ പറയുന്ന വോർ നിർത്തലാക്കണം എന്ന് തന്നെയാണ് ഇന്ത്യയുടെ എയിം എന്ന് പറയുന്നത്. കറപ്ഷനെതിരെ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ന്യൂസ് ഉണ്ട്. ഗവൺമെൻറ് വിൽ ആക്ട് ടഫ് അഗെയിൻസ്റ്റ് ദോസ് സ്വindling പബ്ലിക് ഫണ്ട്സ്. കേരള CM പിണറായി വിജയൻ അനൗൺസസ് എ ക്രാക്ക് ഡൗൺ ഓൺ corrupt officials. Comments come in the wake of VACB unearthing evidence of rampant misuse of the Chief Minister's Distress Relief Fund. ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് എന്ന് പറയുന്ന CMDRF എന്ന് പറയുന്ന ഫണ്ട് മിസ്യൂസ് ചെയ്ത ഒഫീഷ്യൽസിനെതിരെ ശക്തമായ നടപടി ഉണ്ടാവുമെന്ന് കേരള ഗവൺമെൻറ് പറയുന്നു. മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, അതായത് ഇപ്പോൾ എലിഫൻസ് അറ്റാക്ക് ചെയ്യുക, ടൈഗേഴ്സ് ഇപ്പോൾ ജനവാസ മേഖലയിൽ കയറിക്കൂടി അവിടുത്തെ പശുക്കളെയും അതുപോലെ തന്നെ ആൾക്കാരെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നൊരു ന്യൂസ് നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. അപ്പോൾ ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് തടയാനും അതുപോലെ തന്നെ സർവേ നടത്താനും കേരള ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുകയാണ്. ദ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് കേരള ടു കണ്ടക്ട് എലിഫൻറ്റ് ടൈഗർ സർവേസ്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ സെറ്റ് ടു ലോഞ്ച് സർവേസ് ടു എന്യൂമറേറ്റ് വൈൽഡ് എലിഫൻറ്റ് ആൻഡ് ടൈഗർ പോപ്പുലേഷൻ ആസ് എ പാർട്ട് ഓഫ് ഇറ്റ്സ് എഫോർട്സ് ടു മിറ്റിഗേറ്റ് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഇൻ ദ സ്റ്റേറ്റ്. എവിടെയൊക്കെയാണ് പ്രസൻസ്, എവിടെയൊക്കെയാണ് കൂടുതലായിട്ട് പോപ്പുലേഷൻ കണ്ടുവരുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ആൾക്കാരെ മാറ്റി പാർപ്പിക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് കുറക്കാനും സാധിക്കുമെന്നാണ് ഈ സർവേ വഴി കേരള ഗവൺമെൻറ് വിചാരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻഷിപ്പ് അത്ര നല്ല രീതിയിൽ മുമ്പോട്ട് പോയ റിലേഷൻഷിപ്പല്ല. പല പ്രശ്നങ്ങളും, ടെററിസം, അതുപോലെ ഇൻഡസ് വാട്ടർ ട്രീറ്റി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ ബൈലാറ്ററൽ റിലേഷൻഷിപ്പിലുണ്ട്. അപ്പോൾ അതൊന്നും പീപ്പിൾ ടു പീപ്പിൾ ടൈസിനെ ബാധിക്കരുത്. അല്ലെങ്കിൽ ക്രിക്കറ്റ്, സ്പോർട്സ് ഇവൻറ്റ്സ് പോലെയുള്ള കാര്യങ്ങൾ, ഈ പറയുന്ന പൊളിറ്റിക്കൽ പ്രശ്നങ്ങളെ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഈ പറയുന്ന ക്രിക്കറ്റ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്പോർട്സ് പോലുള്ള ഇവൻറ്റുകളെ ഇന്ത്യ പാകിസ്ഥാൻ ടൈസിനെ പ്രത്യേകിച്ച് ബാധിക്കരുത് എന്ന് വസീം അക്രം, former Pakistan player, പറയുന്നു. Akram bats for resuming cricket people to people ties between India Pakistan. Politics should be kept out of sports. Cricketer says in Lit for Life session on his memoir. He also discusses his personal battle against substance abuse and memorable 1999 win in Chennai. അപ്പോൾ ഇങ്ങനെ ഒരു ഒരു പീപ്പിൾ ടു പീപ്പിൾ കണക്ഷൻ വേണമെന്നും ഇപ്പം ക്രിക്കറ്റൊക്കെ റെസ്യൂം ചെയ്യണം ഇന്ത്യ പാകിസ്ഥാൻ എന്നാൽ മാത്രമേ ടൈസ് മുമ്പോട്ട് പോകുള്ളൂ, അല്ല ഫ്രണ്ട്ഷിപ്പ് മുമ്പോട്ട് പോകുള്ളൂ എന്നാണ് വസീം അക്രം പറയുന്നത്. US hopes India will use its ties with Russia to end war. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള റിലയൻസ് അല്ലെങ്കിൽ അലയൻസ്, നമ്മുടെ അലയൻസ് എന്ന് പറയാൻ പറ്റില്ല, പാർട്ണർഷിപ്പ് എന്തായാലും റഷ്യ ആയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായി കാണിക്കുന്നൊരു ന്യൂസാണിത്. കാരണം US വിചാരിക്കുന്നത് ഇന്ത്യയുടെ റഷ്യയായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും വാർ നിർത്തലാക്കണം എന്ന് പറയുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഇന്ത്യക്ക് നല്ല റിലേഷൻഷിപ്പാണ് റഷ്യ ആയിട്ടുള്ളത്. US hopes India will use its ties with Russia to end war. We may not share the same approach every day on Ukraine, but we do share this goal that this conflict end and it end based on principles in the UN Charter, says US official Donald Liu. അപ്പോൾ ഇതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇന്ത്യയുടെ സ്ട്രാറ്റജിക് അലയൻസ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ട് ഇത് മീഡിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫ്രണ്ട്ഷിപ്പ് വെച്ച് വാർ നിർത്തലാക്കാനുള്ള പരിപാടികളും മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. സ്പോർട്സ് ന്യൂസിൽ ICC വേൾഡ് കപ്പ് T20 വുമൻസ് വേൾഡ് കപ്പിൻ്റെ വാർത്തയാണ്. ഇൻവിൻസിബിൾ ഓസ്ട്രേലിയ ലൂസ് ഫോർ സൗത്ത് ആഫ്രിക്ക. അപ്പോൾ ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്കയാണ് ഫൈനൽ മത്സരം. അപ്പോൾ ഇന്നത്തെ ഹിന്ദു ന്യൂസ് റിവ്യൂ ഇത്രയേ ഉള്ളൂ. കാര്യങ്ങൾ ഇന്ന് ടോപ്പിക്സ് കുറവാണ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. ബൈ, ടേക്ക് കെയർ.